ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്റർ പോളിടെക്നിക് കോളേജ് നോർത്ത് സോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കളായി. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ടീം റണ്ണേഴ്സ്-അപ്പായി. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 10 പോളിടെക്നിക് കോളേജ് ടീമുകൾ ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായി മാറ്റുരച്ച ചാമ്പ്യൻഷിപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീം കിരീടം ചൂടിയത്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ടീം റണ്ണേഴ്സ്-അപ്പായി. സമാപന ചടങ്ങിൽ ചന്ദേര പ്രിൻസിപ്പൽ എസ്.ഐ. KP സതീഷ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫുട്ബോളിന്റെ നമ്മുടെ കേരള ടീമിലടക്കം അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്കും സംഭാവന ചെയ്ത ഒരു നാടാണ്. അതുകൊണ്ട് ഉദനൂരിന് അല്ലെങ്കിൽ തൃക്കരിപ്പൂരിന് ഫുട്ബോളിന് അതിൻ്റേതായ ഒരു പാരമ്പര്യമുണ്ട്. 2 ടീമുകളും തൃക്കരിപ്പൂരായാലും കാഞ്ഞങ്ങാടായാലും ഈ ഏരിയയിലുള്ള കുട്ടികൾ തന്നെയായിരിക്കും അധികം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെച്ചു എന്നറിഞ്ഞുള്ള സന്തോഷമുണ്ട്. മറ്റു പല ലഹരികളും യുവത്വത്തെ കീഴടക്കുന്നൊരു കാലഘട്ടത്തിൽ കളിയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കളിയിലെ കേവൻ ആര് എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല മത്സരം ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗെയിം ഏതാണ് എന്ന് ചോദിച്ചാൽ ലോകത്തിലുള്ള 80% 90% പേരും പറയുന്ന ഉത്തരം ഒന്നായിരിക്കും ഫുട്ബോളാണ്. ടി.കെ. വിജിത്ത് അധ്യക്ഷത വഹിച്ചു. പോളിടെക്നിക് ഗെയിംസ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം KP അഭിലാഷ്, നോർത്ത് സോൺ കൺവീനർ TP യുഗേഷ്, K. പ്രിയേഷ്, യദു R. ഗോവിന്ദ്, P. മോഹനൻ എന്നിവർ സംസാരിച്ചു. ഉദനൂരിൽ നടന്ന നോർത്ത് സോൺ മത്സരത്തിലെ 1-2 സ്ഥാനക്കാർ ആലപ്പുഴയിൽ ഫെബ്രുവരിയിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടി. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.